എനിക്ക് നേരത്തെ അറിയാം, ഇവന്റെ ഒരു പൊട്ട വണ്ടിയാ. പണി കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. എടാ, നീ നിന്റെ വണ്ടി എന്താ എടുക്കാത്തത്? പറഞ്ഞില്ലേ അച്ഛൻ എടുത്തുകൊണ്ട് പോയെന്ന്. നീ അവിടെ ഇരിക്കേ, എന്റെ അടുത്ത് ഓവറായി സംസാരിക്കാതെ. ആ നോക്കാം. 4 കൂട്ടുകാരും വീട്ടിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പുറപ്പെട്ടിരുന്നു. അവരെല്ലാവരും ഏതൊരു ഹോണ്ടഡ് പ്ലേസ് കാണാനായി പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ അവർ ഏത് റൂട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നോ ആ റോഡ് അവരെ ഹോണ്ടഡ് പ്ലേസിൽ കൊണ്ടുപോകുന്ന റോഡാണ്. പക്ഷെ ഇപ്പൊ അവരുടെ വണ്ടി നാശായിരുന്നു. അവരുടെ വണ്ടി എവിടെ നിന്നോ ആ സ്ഥലം വളരെ നിശബ്ദമായിരുന്നു. അയൽപക്കത്തെ ഏതെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ ദൂരത്തൊരു ഗ്രാമം പോലും ഇല്ല. അവരുടെ അടുത്തുണ്ടായിരുന്നതെന്തോ വളരെ പച്ചപ്പ് നിറഞ്ഞ വളരെ വലിയ മരങ്ങൾ മാത്രം. എല്ലാവരും ഇവിടെ നിൽക്ക്, ഞാൻ വെള്ളം കൊണ്ടുവരാം. അടുത്ത് അരുവിയുടെ ശബ്ദം കേൾക്കുന്നു. നമുക്ക് ഉറപ്പായും ഇവിടെ നിന്ന് വെള്ളം കിട്ടും. ശരി, പോയിട്ട് വരൂ. വേഗം തിരിച്ചു വരണം. നീരജ് അവന്റെ ഒപ്പം ഒരു ടോർച്ചും കൊണ്ടുപോയി. അവൻ ആ ടോർച്ചിന്റെ സഹായത്തിൽ മെല്ലെ മെല്ലെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നു. അവനൊരു നദി പോകുന്ന ശബ്ദം കേട്ടു. പക്ഷേ ഇപ്പൊ എവിടെ നോക്കിയാലും ആ നദി ഇല്ലായിരുന്നു. അവൻ ആ നദി അന്വേഷിച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോയി. ഇപ്പൊ അവന് കുറച്ച് പേടി തോന്നാൻ തുടങ്ങി. എന്തെന്നാൽ ആ കാടിനുള്ളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പൊ അവൻ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ കുറച്ച് ഇടതുഭാഗത്ത് തിരിഞ്ഞപ്പോൾ അവന് അവിടെ ഒരു നദിയുള്ളത് കണ്ടു. അവൻ ഉടനെ ആ നദി നോക്കി നടന്നുപോയി. അവൻ നദിക്കടുത്ത് പോയുടനെ അവന്റെ എംടി പെട്രോൾ കാനിൽ അവൻ വെള്ളം നിറച്ചുകൊണ്ടിരുന്നു. അവൻ ആ ക്യാന് നിറച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ അപ്പോഴേക്കും ആ നദിക്കരയിൽ ദൂരത്തിൽ ഒരു പെൺകുട്ടിയുള്ളത് അവൻ ശ്രദ്ധിച്ചു. അവളെ കണ്ട് അവൻ ഒരുപാട് പേടിച്ചുപോയി. എന്തെന്നാൽ ആ പെണ്ണ് അവളുടെ മുടി കൊണ്ട് മുഖം മൂടിയിരുന്നു. അത് കഴിഞ്ഞ് അവൾ നദിയിൽ കൈയിട്ടുകൊണ്ട് വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ടിരുന്നു. നീരജിന് തോന്നി ആ പെൺകുട്ടിയും ഞങ്ങളെപ്പോലെ അവിടെ വന്ന് പെട്ടുപോയിരിക്കാം, ഇപ്പൊ ഞങ്ങൾ പെട്ടുപോയ പോലെ എന്ന്. അതുകൊണ്ടാണ് അവനെ നോക്കി അവളൊന്നും മിണ്ടാഞ്ഞത്. മിണ്ടാതെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു എന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് അവന്റെ ക്യാൻ നിറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി മാത്രം ഇനിയും തുടർന്ന് വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ നീരജിന് എന്തോ സംശയം തോന്നി. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് അവളോട് ചോദിച്ചു, ഹലോ, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിലാണോ? നീരജ് അങ്ങനെ ചോദിച്ചതും ആ പെൺകുട്ടി നീരജിനെ തന്റെ സ്വയരൂപം കാണിച്ചു. ആ മുഖം കണ്ടുടനെ അവന്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. അവൻ പേടിച്ചുപോയി വളരെ ഉറക്കെ ബഹളം വെക്കാൻ തുടങ്ങി. അവൻ കണ്ടു ആ പെണ്ണിന്റെ മുഖത്ത് ആരോ സൂചി കൊണ്ട് കുത്തിയിരുന്നു. അതുമാത്രമല്ലാതെ പെണ്ണിന്റെ മുഖത്ത് രക്തക്കറകൾ മാത്രമായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ നീരജിന് മനസ്സിലായി അവളെ കൊല്ലുന്നതിന് മുന്നേ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന്. നീരജ് അത് കണ്ട് അവിടെ നിന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങി. പക്ഷേ അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വഴുതി താഴെ വീണു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ നോക്കി. പക്ഷേ ആ പ്രേത പെൺകുട്ടി വീണ്ടും അവന്റെ മുന്നിൽ വന്നു. എന്നെ വിട്ടേക്കൂ, ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു? എന്നെ പോകാൻ വിടൂ. രക്ഷിക്കൂ, 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 അവൻ എല്ലാവരെയും കൊല്ലും. ആ പെൺകുട്ടി അങ്ങനെ ഉറക്കെ ബഹളം വെച്ച് തന്നെ രക്ഷിക്കാൻ വേണ്ടി നീരജിനോട് ചോദിച്ചു. പക്ഷേ നീരജ് എത്രയ്ക്കും പേടിച്ചിരുന്നു എന്നോ അവനപ്പോൾ ഒന്നും മനസ്സിലായില്ല. അവൻ ആ പെൺകുട്ടിയെയും ആ ക്യാനും അവിടെ വിട്ടുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്തെന്നാൽ നീരജിന് മനസ്സിലായി ആ പെൺകുട്ടി തീർച്ചയായും സാധാരണ പെൺകുട്ടിയല്ല എന്ന്, അവളൊരു ഭൂതമെന്ന്. ഓടിക്കൊണ്ടേ അവസാനം അവൻ ആ സ്ഥലത്തെത്തി. അവന്റെ കൂട്ടുകാരൊക്കെ നിന്നിരുന്ന ആ സ്ഥലത്തേക്ക്. പക്ഷെ അവിടെ അവന്റെ സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു. എല്ലാവരും എവിടേക്ക് പോയി? അത് കഴിഞ്ഞ് അവൻ വണ്ടിക്കുള്ളിൽ എത്തിച്ചു നോക്കിയതും അവൻ ഷോക്കായി. എന്തെന്നാൽ അവന്റെ സുഹൃത്ത് വിശാലിന്റെ മൃതദേഹം ഉണ്ടായിരുന്നു. നീരജ് കണ്ടു വിശാലിന്റെ നെഞ്ചിൽ വളരെ കൂർത്ത ഒരു കോല് കുത്തിയിരുന്നു. അത് കണ്ട് നീരജ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തെന്നാൽ കാറ് മുഴുവനും രക്തം മാത്രമായിരുന്നു. ഇപ്പൊ അവന്റെ മറ്റു സുഹൃത്തുക്കളും അവന്റെ കണ്ണിൽ തന്നെ കണ്ടില്ല. അപ്പൊ പെട്ടെന്ന് എവിടുന്നാണ് വന്നത് എന്നറിയില്ല, റോബിൻ അവന്റെ പുറകെ വന്നു. അത് കണ്ട് നീരജ് പേടിച്ചു. എന്തെന്നാൽ ആ സമയത്ത് അവൻ വളരെ പേടിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ അത്രയും പേടിച്ചു പോയിരുന്നത്. ഇവിടെ നിന്ന് ഓട്, വേഗം ഓട്. എന്നാൽ എങ്ങനെ? നിങ്ങളെ തനിച്ചാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്നോട് പറയൂ, നിങ്ങൾക്ക് എന്തു പറ്റി? നോക്കു നീരജ്, ഇപ്പോൾ ഇതൊന്നും പറയാൻ എന്റെ കയ്യിൽ സമയമില്ല. എവിടെ നിന്നോ ഒരു ഭയാനകരമായ രൂപം വന്നു, ഞങ്ങളെ എല്ലാവരെയും കൊന്നു.
അയാളുടെ കയ്യിൽ വലിയ ആയുധമുണ്ട്. ആ ആയുധം കൊണ്ടാ അയാൾ ഞങ്ങളെ എല്ലാവരെയും കൊന്നത്. ബാക്കി എല്ലാവരും എവിടെ പോയി? നീ പേടിക്കണ്ട, എല്ലാം ശരിയാകും. നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എല്ലാം ശരിയായിക്കോളും. അത് കഴിഞ്ഞ് അയാളെ നമുക്ക് തേടി കണ്ടെത്താം. പാവ റോബിൻ നീരജിനോട് എല്ലാ കാര്യവും പറഞ്ഞ് വേഗം അവന്റെ ജീവൻ വിട്ടു. അതുകണ്ട് നീരജ് ഒരുപാട് കരയാൻ തുടങ്ങി. റോബിൻ അവന്റെ നല്ല സുഹൃത്ത്. പക്ഷെ ഇന്ന് അവൻ അവന്റെ നല്ല സുഹൃത്തിനെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പ അവന് ആരോ ബഹളം വെക്കുന്ന ശബ്ദം കേട്ടു. ഇത് ഉറപ്പായും പുനീതാണ്. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. നീരജ് പുനീതിന്റെ ശബ്ദം കേട്ട് വേഗത്തിൽ അവന്റെ ശബ്ദം വന്ന സ്ഥലത്തേക്ക് പോയി. പുനീത്, പുനീത്, നീ എവിടെയാ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അപ്പൊ പെട്ടെന്ന് ഒരു കോല് പിടിച്ചുകൊണ്ട് പുനീത് നീരജിന് പുറകെ വന്ന് നിന്നു. അവന്റെ കയ്യിലുള്ള ആ കോലുകൊണ്ട് അവന്റെ തലക്കടിച്ച് അവന്റെ ബോധം കെടുത്തി. കുറച്ചു നേരം കഴിഞ്ഞ് നീരജ് കണ്ണു തുറന്നു. അപ്പ അവൻ കണ്ടു അവന്റെ നേരെ പുനീത് നിന്നുകൊണ്ടിരുന്നു. അവൻ ഒരുപാട് ഉറക്കെ ചിരിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ലാതെ അവൻ നീരജിനെ ഒരു കയറുകൊണ്ട് കെട്ടിയിരുന്നു. ഇതെല്ലാം ചെയ്തത് നീയാണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്തത് ആ കൊലയാളിയാ. അയാൾ ഈ കാട്ടിലാ കറങ്ങി നടക്കുന്നത്. അയാൾ ഉറപ്പായും നിന്നെയും കൊല്ലും. നിങ്ങളെല്ലാം ഞാനൊരു മണ്ടനാണെന്നല്ലേ പറഞ്ഞത്? ഇനി കണ്ടോ മണ്ടന്മാരാരാണെന്ന് നിനക്ക് മനസ്സിലാകും. നീ ആ കില്ലറിന് വേണ്ടി കാത്തിരിക്കെ. ഞാൻ പോകുക. പുനീത്, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്നെ ഇങ്ങനെ തനിച്ചാക്കി നീ പോകരുത്. പ്ലീസ്, പ്ലീസ്. അങ്ങനെ പറഞ്ഞ് പുനീത് അവിടുന്ന് പുറപ്പെടാൻ നോക്കി. അപ്പ അവന്റെ പുറകിൽ നിന്ന് ആ രൂപം വന്നു. ആ രൂപം വന്ന് അവന്റെ കഴുത്ത് പിടിച്ചു. അത് കഴിഞ്ഞ് മരത്തിലുള്ള കൂർത്ത ഒരു ശിഖരത്തിൽ അവനെ കുത്തി. അപ്പ പുനീത് പിടയാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ നീരജ് എഴുന്നേറ്റ് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് പെട്ടെന്ന് ആ കില്ലർ എന്തു പറ്റിയെന്നറിയില്ല പെട്ടെന്ന് മാഞ്ഞു. അപ്പ നീരജ് സഹായത്തിനു വേണ്ടി ഉറക്കെ ബഹളം വെച്ചുകൊണ്ടിരുന്നു. അപ്പ പെട്ടെന്ന് ഗ്രാമത്തിലെ ചില ജനങ്ങൾ ആ ഭാഗത്തിലൂടെ നടന്നു വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് വളരെ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളുടെ മുഖം അവന് ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ വന്നത് നന്നായി. എന്നെ രക്ഷിക്കൂ. അവരെല്ലാവരും നീരജിന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോ അവരുടെ സത്യമായ രൂപം കണ്ട് പെട്ടെന്ന് നീരജ് വീണ്ടും വളരെ ഉറക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങി. നീരജ് കണ്ടു, ചില പേർക്ക് കൈയില്ല, ചില പേർക്ക് കാലില്ല, ചില പേർക്ക് കണ്ണില്ല, ചില പേർക്ക് തല പോലുമില്ല. ഇതെല്ലാം തന്നെ ആത്മാക്കളാണ്. നീരജിനെ കൊല്ലാനാണ് അവിടേക്ക് വന്നത്. അതേ സമയത്ത് ആ കില്ലറും അവിടേക്ക് വന്നു. അവരെല്ലാവരും അവനെ കണ്ട് പേടിച്ചുപോയി. അവരെല്ലാവരും അവന് വേണ്ടി വഴിവിട്ടു. ആദ്യം ആ കില്ലർ നീരജിന്റെ അടുത്ത് ചെന്ന് അവന്റെ കയറ് അഴിച്ചുവിട്ട് അവിടെ നിന്ന് ഓടിയെന്ന് പറഞ്ഞു. അപ്പൊ നീരജ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവന് കണ്ടു അവൻ ദുസ്വപ്നം കണ്ടു എന്ന്. ഏകദേശം അപ്പ സമയം 5 പോകുന്നു എന്ന് അവൻ പുനിതനെ കൊന്നിരുന്നു. അതേ സമയം 5 അവൻ നീരജിനെ പോകാൻ പറഞ്ഞു. ശരിക്കും അതേ 5 മണിക്ക് ഒരു എൻകൗണ്ടറിൽ ഇൻസ്പെക്ടർ അയാളെ കൊന്നിരുന്നു. അന്നു മുതൽ ആ ആത്മാവ് അവിടെ പിടിച്ചു വച്ചിരുന്നു. അതുകൊണ്ടാണ് ആ കൊലയാളി രാവിലെ 5 മണിക്ക് ശേഷം ആരെയും കൊല്ലാത്തത്. അതുകൊണ്ടാണ് നീരജ് ഇപ്പൊ രക്ഷപ്പെട്ടത്. ആ ആത്മാവ് ഒരു ഭയങ്കരമായ പ്രേതം. അത് ആ കാട്ടിൽ വരാൻ ഒരുപാട് പേരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ആരും എപ്പോഴും ആ കാട്ടിലേക്ക് പോകില്ല എന്ന്, അല്ലേ?